എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിമിഷ നേരങ്ങൾക്കുള്ളിൽ സാധിച്ചു തരാൻ കഴിവുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വരാഹി ദേവിയുടെ ഏറ്റവും ശക്തമായ വജ്രകോശം മന്ത്രം. നിങ്ങൾ വിചാരിച്ച കാര്യം ഉടൻ നടക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുദോഷം മാറാൻ, സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ ഈ ശ്ലോകം മാത്രം ചൊല്ലിയാൽ മതി. അതെങ്ങനെ, എപ്പോൾ ചെല്ലണം എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ കഠിനമായി പരിശ്രമിക്കാറുണ്ട് അല്ലേ? എങ്കിലും അവസാന നിമിഷം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകാറുണ്ട്. ജോലി ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ കടബാധ്യതകൾ കൂടുക, കുടുംബത്തിൽ എപ്പോഴും വഴക്കുകൾ, വിചാരിച്ച സമയത്ത് വീട് പണി നടക്കാതിരിക്കുക, ഇങ്ങനെയെല്ലാം പലവിധ തടസ്സങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനും ഭക്തരെ അമ്മയെപ്പോലെ കാത്തുരക്ഷിക്കാനും അവതരിച്ച വരാഹി ദേവിയുടെ വജ്രകോശ മന്ത്രം നിങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോവുകയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇതിൽ പറയുന്ന രീതിയിലുള്ള മന്ത്രം ജപിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്നതായിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വരാഹി ദേവി ആരാണ് എന്നാണ്. സപ്തമാതാക്കളിൽ ഏറ്റവും ശക്തിയായ ദേവിയാണ് വരാഹി. ലളിത പരമേശ്വരിയുടെ സേനാധിപതിയാണ് അമ്മ. ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തർക്ക് അമ്മ അത്രമേൽ കരുണാമയിയാണ്. നമ്മൾ ഒരു ആപത്തിൽ പെടുമ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ദൈവമാണ് വരാഹി ദേവി. ദേവിയുടെ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണവും പെട്ടെന്ന് ഫലം തരുന്ന മന്ത്രവുമാണ് വജ്രകോശ മന്ത്രം. വജ്രം എന്നാൽ തകർക്കാൻ കഴിയാത്തത്, ഘോഷം എന്നാൽ വലിയ ശബ്ദം അല്ലെങ്കിൽ പ്രഖ്യാപനം. നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രപഞ്ചത്തിലേക്ക് ശക്തിയായി എത്തിക്കാനും, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെ വജ്രം പോലെ തകർത്തു കളയാനും ഈ വജ്രകോശ മന്ത്രത്തിന് സാധിക്കുന്നു. ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ രാഹുദോഷം കൊണ്ടോ ശനിദോഷം കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ വരാഹി ഭജനം അമൃത തുല്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളവർക്കും വാസ്തുപരമായ ദോഷങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം ഒരു രക്ഷാകവചമായി മാറുന്നു എന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും മാറി പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യുന്നു. ഏതൊരു മന്ത്രവും ജപിക്കുമ്പോൾ അതിന് ചില കൃത്യനിഷ്ഠതകൾ ഉണ്ട്. അത് കൃത്യമായി പാലിച്ചാൽ ഫലം ഇരട്ടിയായിരിക്കും ലഭിക്കുക. വരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളാണ്, അല്ലെങ്കിൽ പുലർച്ചയിലെ ബ്രഹ്മമുഹൂർത്തത്തിലും ജപിക്കാം. ശുദ്ധിയോടുകൂടി പൂജാമുറിയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിൽക്കുക. ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്കോ നല്ലെണ്ണ വിളക്കോ കൊളുത്തുക. വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുങ്കുമം സമർപ്പിക്കുക. സാധിക്കുമെങ്കിൽ മാതളപ്പഴമോ ശർക്കര ചേർത്ത പായസമോ അല്ലെങ്കിൽ വേവിച്ച കിഴങ്ങോ നിവേദ്യമായി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ, അത് കടം മാറാനോ, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാനോ, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്കോ, അല്ലെങ്കിൽ വിവാഹത്തിനോ ഒക്കെ ആവാം, അത് നിങ്ങളുടെ ദേവിയുടെ മുന്നിൽ ഉറപ്പിച്ച് പറയുക. എൻ്റെ തടസ്സം അമ്മ മാറ്റിത്തരണം എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി നമ്മൾക്ക് ആ പവർഫുൾ മന്ത്രം ജപിക്കാം. വരാഹി ദേവിയുടെ വജ്രകോശ മന്ത്രം ഇതാണ്. ഓം ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാരാഹി ദേവി വജ്രഘോഷേ മമ സർവ വാഞ്ചിച്ചിതാർത്ഥം സിദ്ധിം കുരു കുരു സ്വാഹ. ഈ മന്ത്രം ദിവസവും 21 തവണയോ 51 തവണയോ, അല്ലെങ്കിൽ സമയം ലഭിക്കുകയാണെങ്കിൽ 108 തവണയോ ജപിക്കുക. നിങ്ങൾ ജപിക്കുന്ന ഓരോ തവണയും നിങ്ങളുടെ ആഗ്രഹം സാധ്യമായി കഴിഞ്ഞു എന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ.
നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ വഴിയിലൂടെ പണം വന്നു ചേരുന്നതായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന ബിസിനസ്സൊക്കെ ആണെങ്കിൽ പച്ച പിടിക്കുന്നതായിരിക്കും. ദീർഘകാലമായി നിങ്ങൾക്ക് നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതും ആയിരിക്കും. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ നാശമല്ല, മറിച്ച് അവരുടെ ശത്രുത ഇല്ലാതാക്കാൻ ഈ മന്ത്രത്തിന് കഴിവുണ്ട്. നിങ്ങളെ ആർക്കും ദ്രോഹിക്കുവാനും കഴിയുകയില്ല. പല ഭക്തരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ പ്രകാരം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ വജ്രഘോഷ മന്ത്രം ജപിച്ചു തുടങ്ങുന്നവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോസിറ്റീവായ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സംശയത്തോടെ ജപിക്കരുത്. അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ ഇത് നടത്തി തരും എന്ന ഉറച്ച വിശ്വാസത്തിനുള്ളിൽ വേണം ഇത് ജപിക്കാൻ. പ്രിയപ്പെട്ടവരെ, വരാഹി ദേവിയുടെ ഈ വജ്രഘോഷ മന്ത്രം വെറുമൊരു വചനമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റാനുള്ള ഒരു പ്രപഞ്ച ശക്തിയാണ്. ഇനി വരുന്ന ചിങ്ങമാസത്തിലെ പുണ്യദിനങ്ങളിൽ അല്ലെങ്കിൽ വാരാഹദേവിക്ക് പ്രിയപ്പെട്ട പഞ്ചമി, വെള്ളിയാഴ്ച ദിവസങ്ങൾ ഇത് ജപിച്ചു തുടങ്ങുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എല്ലാം നടക്കട്ടെ എന്നും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.